നജിക, ആ നിങ്ങളെന്താ ആലോചിച്ചു കൂടുന്നത്? ഏയ് ഒന്നുമില്ലടോ, ഞാൻ നമ്മുടെ നാടിനെ കുറിച്ചൊന്ന് ഓർത്തതാ. പ്രവാസികളെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും ഒക്കെ അനുമതി നിഷേധിച്ചില്ലേ? ഓ, ഒരുപാട് ആളുകളായി വിളിച്ചു കൊടുക്കുന്നു. നാട്ടിൽ പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. എന്താ ഞാൻ അവരോടൊക്കെ പറയാ? കൊറോണ കണ്ടുപിടിച്ച തന്നെ പ്രവാസികളാണെന്നാണ് നാട്ടിലെ സംസാരം. കേൾക്കുമ്പോൾ തന്നെ വിഷമമുണ്ട്. നമ്മളൊക്കെ നാടിന്റെ പ്രയാസങ്ങൾക്ക് കൂടെ നിന്നിട്ടുള്ളല്ലേ നജിക? കഴിഞ്ഞ പ്രളയകാലം വെറുതെ ഒന്ന് ഓർത്താൽ മതി. ഗൾഫിന്റെ ചരിത്രത്തിൽ എന്തെങ്കിലും ഇത്രയധികം കാർഗോ നാട്ടിലേക്ക് ഒരുമിച്ച് അയച്ചിട്ടുണ്ടോ നമ്മള്? നാടൊരു ദുരിതത്തിലാണെന്ന് അറിഞ്ഞപ്പോ ടെൻ കണക്കിന് സ്നേഹമല്ലേ നമ്മൾ ഇവിടുന്ന് കയറ്റി അയച്ചത്. എന്നിട്ട് നമുക്ക് കുറ്റം, നമ്മളെ കണ്ടുകൂടാതായി. ചില വിവരം കിട്ട ആളുകൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്ന് കരുതി എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. നമ്മുടെ മുഖ്യമന്ത്രി അവർക്കുള്ള ചുട്ട മറുപടിയും കൊടുത്തിട്ടുണ്ടല്ലോ. പ്രയാസം കൊണ്ട് പറഞ്ഞ എന്റെ നജിക, ഏറ്റവും അത്യാവശ്യമുള്ളവരെങ്കിലും കൊണ്ടുപോകാൻ സർക്കാർ അനുമതി നൽകിയിരുന്നെങ്കിൽ അല്പമെങ്കിലും ആശ്വാസം കിട്ടിയേനെ. ഇതിപ്പോ ഒരാളെ പോലും കൊണ്ടുപോകില്ലെന്ന തീരുമാനത്തിലാണല്ലോ കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അവർക്കൊക്കെ നമ്മുടെ കാശ് മതി. നമ്മുടെ വീട്ടാവശ്യത്തിന്, നാട്ടിലെ ഉത്സവത്തിന്, പാവങ്ങളുടെ ചികിത്സക്ക്, ചോറോട്, അടിയന്തരത്തിന്, ഇതിനൊക്കെ നമ്മൾ വിദേശപണമായിട്ട് അയക്കുന്ന പണമില്ലേ? അതാണ് രാജ്യത്തിന്റെ നട്ടല് എന്നവർക്കറിയാം. അത് നിന്നോന്നുള്ള പേടി അവർക്കുണ്ടായിരിക്കും. അതാവും നമ്മുടെ അറുപമാടനെ പോലെ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. എടാ മിഥുനെ, നീ വലിയ തത്വമൊക്കെ പറയാൻ തുടങ്ങിയല്ലോ. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ആരാണെങ്കിലും എന്തിലൊക്കെ പറഞ്ഞു എന്നെ നജിക്ക, നമ്മുടെ ഈ പ്രശ്നം ഈ അടുത്തെങ്ങാനും ശരിയാവുക? എല്ലാം ശരിയാവും മിഥുനെ, പക്ഷെ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രം. കേന്ദ്ര സർക്കാർ വിദേശ ഇന്ത്യക്കാരെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്നല്ലേ പുതിയ തീരുമാനം? നമ്മൾ പ്രവാസികളെന്ന് കരുതി ഇന്ത്യക്കാരല്ലാതാവുന്നില്ലല്ലോ. മറ്റുള്ളവർ പോലെ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുകയോ മറ്റൊരു രാജ്യത്തിന്റെ പാസ്പോർട്ടോ പൗരത്വമോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ എന്നിട്ട് നമ്മളോട് എന്തിനാ അവഗണന? അമേരിക്കൻ പൗരന്മാരെ എയർ ഇന്ത്യ വിമാനത്തിൽ ഇന്ത്യയാണ് അവരെ നാട്ടിലെത്തിച്ചത്. എന്നിട്ടും ഗൾഫ് മലയാളികൾക്ക് എന്താ ഇത്ര പ്രശ്നം? എല്ലാ രാജ്യക്കാരും അവരവരുടെ പൗരന്മാരെ നാട്ടിലെത്തിച്ച് കഴിഞ്ഞു. നമ്മൾ മാത്രം ഇങ്ങനെ ആകാശം നോക്കി കിടപ്പാ. നീ ഇത്ര രോഷം കൊള്ളരടാ. ഇനി പ്രളയമൊന്നും പിരിവെന്നൊക്കെ പറഞ്ഞ് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ നീ ഒന്ന് അടങ്ങടാ. ശരി ശരി. ഹലോ 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 ഇക്ക, ഇക്കയുടെ നമ്പർ ഇവിടുന്ന് ഒരാൾ തന്നതാണ്. ഞാൻ വിസിറ്റിങ്ങിൽ വന്നിട്ട് ഇപ്പം 3 മാസത്തോളമായി. ഇതുവരെ ജോലിയൊന്നും ശരിയായിട്ടില്ല. ഭക്ഷണത്തിനും താമസത്തിനും ഒക്കെ ബുദ്ധിമുട്ടാണിപ്പോൾ. നാട്ടിലോട്ടാണെങ്കിൽ പോകാനും പറ്റുന്നില്ല. ഇക്കാക്ക് ഇങ്ങനെ എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കാൻ പറ്റുമോ? അവന്റെ ഒരു CV എനിക്കൊന്ന് അയച്ചു തരൂ. ആ, ഈ സമയത്ത് ജോലിയൊന്നും ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഭക്ഷണത്തിന് താമസത്തിന് വേണ്ടി ഇവിടെയുള്ള KMCCയുമായി ഞാൻ സംസാരിക്കാം. അവര് മോനെ വിളിച്ചോളൂ. ഓക്കെ. ഒരു മലയാളിയും പട്ടിണി കിടക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. ഊരും പേരും അറിയാത്ത ഏതെങ്കിലും ഒരാൾ സഹായത്തിനായി എപ്പോഴും കൂടെ ഉണ്ടാവും. ഓക്കെ ഓക്കെ മോനെ, ശരി. എബി എവിടെ? നീ അവന് ചായ കൊടുത്തില്ലേ? അവന് വേണ്ടെന്ന് പറഞ്ഞിരിക്കാം. അവൻ കുറേ നേരം കൊണ്ട് ടെറസിന്റെ മുകളിൽ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് സിഗരറ്റ് വലിക്കുന്നുണ്ട്. എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു കേട്ടാ. ഓഹോ, നീ വന്നേ, നമുക്കൊന്ന് നോക്കാം. വാ. ആ ദേ, ആ ഡാ, നിന്നോട് പല വട്ടം ഞാൻ പറഞ്ഞതല്ലേ സിഗരറ്റ് വലിക്കരുതെന്ന്. എബി, എന്താണ് നിനക്ക് പറ്റിയത്? എൻ്റെ ശമ്പളം പാതിയൊക്കെ കുറച്ച് വെക്കാം. പറ്റില്ലെങ്കിൽ വേറെ ജോലി നോക്കാൻ പറഞ്ഞിരിക്കുക. വീട്ടിലാണെങ്കിൽ അച്ഛൻ്റെ കാര്യങ്ങൾക്ക് എൻ്റെ ശമ്പളം മാത്രം ഏകാശ്രയം. ഈ സമയത്താണെങ്കിൽ എനിക്ക് വേറെ ജോലിയും കിട്ടില്ല. അതിനാണോ നീ കണ്ട വിഷയൊക്കെ വലിച്ചു കയറ്റുന്നത്? മിഥുനെ, ഇവനോട് വരുമ്പോ വെറും 1200 ദിറാംസായിരുന്നു ശമ്പളം. ഇപ്പൊ 8000 ദിറാംസ് ശമ്പളമുണ്ട്. എടാ അബി, ഇപ്പൊ തന്നെ പല ആളുകളുടെ ജോലി തന്നെ നഷ്ടമായിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഈ സമയത്ത് നിനക്ക് ജോലി ഉണ്ടെന്നുള്ള പോസിറ്റീവ് വശങ്ങളിൽ ചിന്തിച്ചൂടെ? ലേബർ ക്യാമ്പിൽ എത്ര ആളുകളെന്നറിയാം ശമ്പളം പോലും ഇല്ലാതെ കെട്ടിക്കിടക്കുന്നു. നമ്മളൊക്കെ കൂടി വാർത്തെടുത്ത ഗൾഫല്ലേ. ചില പ്രയാസങ്ങളിൽ നമ്മൾ അവരെ സഹായിക്കണം.
ഉള്ള സമയത്തൊക്കെ ഇവര് നമുക്ക് വേണ്ടോളം തന്നില്ലേ? ഈ ചെറിയ സമയത്തെ പ്രയാസം അത്ര വലുതൊന്നും അല്ലടോ. നമ്മൾ ഇതൊക്കെ അതിജീവിക്കും. നീ വാ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ലോകത്ത് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുണ്ടോ? വാ. ഹലോ, എന്തേക്കാ? നമ്മുടെ 4th ഫ്ലോറിലെ നേഴ്സില്ലേ മെറീന, ആ. അവരുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു. ആര്? ജോബിയാ? ആള് കുറച്ചു കാലമായി നാട്ടിൽ ചികിത്സയിലായിരുന്നു. മെറീനയായിരുന്നു ചികിത്സക്കുള്ള വകയെല്ലാം കണ്ടെത്തിയിരുന്നത്. അതിനാണ് ആ പാവയുടെ ജോലിക്ക് തന്നെ വന്നത്. ഛേ, എല്ലാം വെറുതെയായി. അപ്പൊ അവർക്കിനി നാട്ടിൽ പോകാനോ സ്വന്തം ഭർത്താവിനെ കാണാനോ പറ്റില്ല? ഫ്ലൈറ്റ് എല്ലാം കൊറോണ ആയിട്ട് നിർത്തിവെച്ചിരിക്കല്ലേ? എന്തൊരവസ്ഥയാണ് ഈശ്വര, കഷ്ടം തോന്നുന്നു. നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചേച്ചിക്ക് അവരെ നാട്ടിലെത്തിക്കാൻ? ഓ ദൈവമേ. നിങ്ങൾ വാ, നമുക്ക് അവരുടെ ഫ്ലാറ്റ് വരെ ഒന്ന് പോയി നോക്കാം. ചിലപ്പോൾ എന്തെങ്കിലും സഹായം വേണ്ടി വന്നെങ്കിലോ. എനിക്കൊന്നും നേരിട്ട് കാണാൻ പോലും പറ്റാതെ പോയില്ലേ ചായ. മക്കളെ ചേട്ടൊപ്പം നിർത്തിയിട്ട് ഞാനിങ്ങോട്ട് പോകുന്നത് ചേട്ടൊന്നും പോവാതിരിക്കാനല്ലേ. എന്നിട്ട് എന്തിനു ചായ ഞങ്ങളെ ഇട്ടേച്ച് പോയത്? കരയല്ലേ? ഇന്നലെ വിളിച്ചപ്പോ പോലും ഒരു സൂചന പോലും തന്നില്ലല്ലോ. എന്നെ ഓർത്തില്ലെങ്കിലും നമ്മുടെ മക്കളെങ്കിലും ഓർത്തോണ്ടായിരുന്നു ചായ. സിന്ധു, ഞാനൊന്ന് റെഡി ആവട്ടെ. നമുക്ക് ജോലിക്ക് പോട്ടെ. ഈ അവസ്ഥയിൽ നീ വരണ്ട. ഞാൻ ഓൾറെഡി സൂപ്രണ്ടിന്റെ അടുത്ത് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇച്ചായനെ ഒന്ന് കാണാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇച്ചായന് വേണ്ടി എനിക്കിപ്പോ ചെയ്യാനുള്ളത് നമ്മളെ കാത്തിരിക്കുന്ന കുറേ പേർക്ക് ആശ്വാസം നമ്മൾ കൂടെ ഉണ്ടാവണം. മാത്രമല്ല ഈ സമയത്ത് നമ്മൾ കൂടെ ഇല്ലെങ്കിൽ എല്ലാരും തളർന്നു പോകും. എന്താ ജീവിത, എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ലടോ, ഞാൻ ആ സ്ത്രീയെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ആരെ? നമ്മുടെ നേഴ്സ് മെറിൻ സിസ്റ്ററിനെ കുറിച്ചാണോ? അതെ, അവരെ കുറിച്ച് തന്നെ. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നിട്ട് പോലും ആ പ്രയാസങ്ങളെ മറന്നുകൊണ്ട് നാടിന് വേണ്ടി അവരിന്ന് ഇറങ്ങിപ്പുറപ്പെട്ടില്ലടോ. അത് മനസ്സിന്ന് പോകുന്നില്ല. വെറുതെയാണോ നമ്മളവരെ മാലാഖമാർ എന്ന് വിളിക്കുന്നത്? അവർ വെറും മാലാഖമാരല്ല. ദൈവത്തിൻ്റെ സ്വാന്തനം മനുഷ്യർക്ക് പകർന്നു നൽകാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സാന്ത്വനത്തിൻ്റെ മാലാഖമാരാണ്.